കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ ഭർത്താവ് പരാതി നൽകിയിരിക്കുന്നു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ പരാതിയിൽ? സ്മിത, ശ്രുതി ചന്ദ്രശേഖരൻ 2 മക്കളുടെയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു എന്നാണ് ഭർത്താവ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. കുട്ടികളെ 2022-2023 അധ്യയന വർഷത്തിൽ സ്കൂളിൽ പറഞ്ഞയച്ചില്ല. ഇത് മനസ്സിലാക്കിയ ഭർത്താവ്, വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലെത്തുകയും കാസർഗോഡ് നഗരത്തിലെ മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കുകയും ചെയ്തു. എന്നാൽ ഈ കുട്ടികളെ ഈ അധ്യയന വർഷം വെറും 3 ദിവസം മാത്രമാണ് സ്കൂളിൽ പറഞ്ഞയച്ചത് എന്നും ഭർത്താവ് ശ്രുതി ചന്ദ്രശേഖരന്റെ ഭർത്താവ് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ശ്രുതി ചന്ദ്രശേഖരൻ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നു. ഇതിനെ മക്കളെയും ഉപയോഗിക്കുന്നു. കാരണം ഈ പോക്സോ കേസുകൾ ഉൾപ്പെടെ 2 പോക്സോ കേസുകളാണ് മക്കളെ ഉപയോഗിച്ചുകൊണ്ട് ശ്രുതി ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്നത്. ഇതിലൊരു പോലീസുകാരനുമുണ്ട്. ഈ മക്കളെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് ഭർത്താവിന്റെ പരാതിയിൽ പ്രധാനമായുമുള്ളത്. മാത്രമല്ല, ഈ സ്വർണവും പണവും ഉൾപ്പെടെ നിരവധി ആളുകളെ കബളിപ്പിച്ച് തട്ടിയെടുക്കുന്നുണ്ട്. ഇത് തന്റെ പേരിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഭർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ബാലാവകാശ കമ്മീഷനും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. മക്കളെ ഉടൻ തന്നെ ശ്രുതിയിൽ നിന്ന് വേർപെടുത്തണം, മക്കളെ സുരക്ഷിതരാക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. സ്മിത. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.